ഹായ് ഓൾ, നിങ്ങളൊരു തുടക്കക്കാരനാണോ? ബാങ്ക് എക്സാം എഴുതി നല്ലൊരു ജോലി കിട്ടാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്? ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് ബാങ്ക് എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എത്ര സമയം പഠിക്കണം, എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എന്താണ് ക്വാളിഫിക്കേഷൻ തുടങ്ങി നിങ്ങളുടെ ഒട്ടനവധി സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ബാങ്ക് എക്സാം ബിഗിനേഴ്സ് ഗൈഡ്. ഒരു തുടക്കക്കാരൻ, ഒരു ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ബാങ്ക് എക്സാം എഴുതി ഒരു PO ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലർക്കായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം. വാട്ട് ആർ ദി ബാങ്ക് എക്സാം? പ്രധാനമായിട്ടും നമ്മൾ നാട്ടിൽ കാണുന്ന ബാങ്കുകളുണ്ട്. ഏതൊക്കെ ബാങ്കുകൾ നിങ്ങൾ കാണും? നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ ഫെഡറൽ ബാങ്ക് കണ്ടിട്ടുണ്ടാവും, സൗത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ടിട്ടുണ്ടാവും, അല്ലെ, HDFC ബാങ്ക് കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം പ്രൈവറ്റ് ബാങ്കുകളാണ്. ഗവൺമെൻറ് ഓൺഡ് ആയിട്ട് നമുക്ക് 12 നാഷണലൈസ്ഡ് ബാങ്കാണുള്ളത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI അടക്കം. അപ്പോൾ SBI എക്സാമുകൾ സെപ്പറേറ്റ് ആയിട്ടാണ്. SBI ക്ലർക്ക് എക്സാമും അതേപോലെ തന്നെ PO എക്സാമും എല്ലാം സെപ്പറേറ്റ് ആണ് അവർ നടത്തുക. അതുകൂടാതെ ബാക്കിയുള്ള 11 നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം? കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങി ഒരു 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, ക്ലർക്ക് ആയാലും ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ളതും ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ആ എക്സാമാണ് IBPS എന്ന് പറയുന്ന എക്സാം. SBI സെപ്പറേറ്റ് എക്സാം നടത്തും. അതേപോലെ തന്നെ കേരള ഗ്രാമീണ ബാങ്ക്, നമ്മളുടെ റീജിയണൽ റൂറൽ ബാങ്കിൽ കേരളത്തിലുള്ളത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അവിടേക്ക് RRB ഓഫീസ് അസിസ്റ്റന്റും അതേപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസും വരാറുണ്ട്. പ്രധാനമായിട്ടും ഒരു തുടക്കക്കാരനായിട്ടുള്ള ഡിഗ്രിക്കാരന് 28 വയസ്സ് വരെയുള്ളവർക്ക് ക്ലർക്കൽ പോസ്റ്റുകളിലേക്കും അതേപോലെ തന്നെ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഓഫീസർ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇതിൽ എല്ലാ കാറ്റഗറികൾക്കുള്ള ഏജ് റിലാക്സേഷൻസും എന്താണ്? അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. PO ക്ലർക്കോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. IBPS, SBI, അതേപോലെ തന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കും ഗ്രേഡ് B പോസ്റ്റുകളിലേക്കും എന്ത് വിളിക്കാറുണ്ട്? നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെഗുലേറ്റിംഗ് ബോഡീസ് ആയിട്ടുള്ളതുണ്ട്. SEBI, NABARD, അതേപോലെ തന്നെ IRDA തുടങ്ങി ഒരുപാട് റെഗുലേറ്റിംഗ് ബോഡീസ് ഉണ്ട്. അവിടേക്കുള്ള എക്സാമുകളും എന്താണ്? ബാങ്ക് എക്സാമിൻ്റെ അതേ സിലബസിൽ തന്നെയാണ് എന്ത് ചെയ്യുക? നടക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേജർ ബാങ്ക് എക്സാംസ് IBPS, RRB ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലർക്ക്, PO, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ് ആൻഡ് ഗ്രേഡ് B. അതേപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് എക്സാം ഉണ്ട്. NICL, നമ്മളുടെ LIC, നാഷണൽ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി ഒട്ടനവധി നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് എക്സാം ഉണ്ട്. അതുകൂടാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു റെഗുലേറ്റിംഗ് ബോഡീസ് ആയിട്ടുള്ള SEBI, NABARD തുടങ്ങി എന്താണ് ഒരുപാട് ബാങ്കുകളുണ്ട്. എക്സിം ബാങ്ക് തുടങ്ങി ഒരുപാട് ബാങ്കുകളുണ്ട്. റെഗുലേറ്റിംഗ് ബോഡീസ്, ഇൻഷുറൻസ് റെഗുലേറ്റിംഗ് ബോഡി അതായിട്ടുള്ള IRDA തുടങ്ങി ഒട്ടനവധി റെഗുലേറ്റിംഗ് ബോഡികളിലേക്കുള്ള എക്സാമുകൾ, ESIC, EPFO, അങ്ങനെ ഒരുപാട് എക്സാമുകൾ സെയിം സിലബസിൽ ബാങ്കിങ് മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേക്കൻസിയാണ്. ഏകദേശം ഒരു കൊല്ലം 10,000-60,000-ലേറെ വേക്കൻസി നാഷണലൈസ്ഡ് മേഖലയിൽ, അതായത് ഫുള്ളി ഗവൺമെൻറ് മേഖലയിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഒരു പഠനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് എക്സാം എന്നും എന്തൊക്കെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ഏജും നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBPS ഓൾറെഡി അടുത്ത വർഷത്തേക്കുള്ള കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. കലണ്ടർ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ IBPS ക്ലർക്ക്, അതേപോലെ തന്നെ PO, RRB ഓഫീസ് അസിസ്റ്റന്റ്, POയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എന്ന് വരും, എന്ന് എക്സാം നടക്കും. അതൊരു ആഗസ്റ്റ് മാസം തൊട്ടാണ് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ SBI ക്ലർക്കും SBI POയും വരും. ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ അത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൊല്ലം ഫുള്ള് നമുക്ക് എക്സാമുകളാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മെയിൻസ് ഉണ്ട്. ഓഫീസർ പോസ്റ്റുകളിലേക്ക് എന്തുണ്ട്? ഇന്റർവ്യൂ ഉണ്ട്. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ പഠിക്കുക? അല്ല, നമുക്ക് എന്തായാലും നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ക്ലിയർ അല്ലേ? അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിക്കുകയല്ല ചെയ്യുക. പ്രിലിംസിൻ്റെ പാസ്സായിട്ടല്ല മെയിൻസിന് പഠിക്കുക. എല്ലാം ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി തന്നെ പഠിക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞു പ്രിലിംസ് ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. മെയിൻസ് ഉണ്ട്. മെയിൻസിലെ മാർക്കാണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാർക്ക്. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കും അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കും നമുക്ക് ഇവിടെ വരെ എന്തേ ഉള്ളൂ? നമ്മളുടെ 2 എക്സാമേ ഉള്ളൂ. ദെൻ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഏതിനാണ്? നമ്മുടെ ഓഫീസർ PO പോസ്റ്റുകൾ, അതേപോലെ ഇൻഷുറൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് എന്തുണ്ട്? ഇന്റർവ്യൂ ഉണ്ട്. അതിന് മുന്നേ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് മെയിൻസിന് ചില എക്സാമുകൾക്കും വരാറുണ്ട്.
ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ വരുന്നത്. ദെൻ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? നമുക്ക് പ്രധാനമായിട്ടും ബാങ്കിങ് എക്സാമിന് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ 4 ആൾക്കാരാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ആണ്, റീസണിങ് എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഓർ ബാങ്കിങ് അവയർനെസ്, RBI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പ്രധാനമായിട്ടും നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നാണ് പറയുക. 6 മാസത്തെ കറണ്ട് അഫയേഴ്സ്. ചില എക്സാമുകൾക്ക് കമ്പ്യൂട്ടർ കൂടി പഠിക്കേണ്ടതായിട്ട് വരാറുണ്ട്. വൺസ് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്ര കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും പ്രധാനമായിട്ട് സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എക്സെട്ര. ഫുൾ സിലബസ് അല്ല, നമുക്ക് എക്സാമ്പിൾ ആണ്. ഇതിൽ അരിത്തമെറ്റിക് ആയിട്ട് വരുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും വരുന്നുണ്ട്. ഇനി റീസണിങ്ങിലേക്ക് വരാണെങ്കിൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പസിൽസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയും. വളരെ സിമ്പിളാണ്. നമ്മൾ ആ പഠിക്കേണ്ട രീതിയിൽ ബേസിക് തൊട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ പസിൽസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. സിലോജിസം, ഇൻഇക്വാലിറ്റി, ബ്ലഡ് റിലേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എക്സെട്ര ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് ഇവിടെ വരുന്നത്. ഇംഗ്ലീഷിലേക്ക് വരാണെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, എറർ സ്പോട്ടിംഗ്, വൊക്കാബുലറി, കുറച്ചധികം കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് വരാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് 6 മന്തിൽ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ബാങ്കിങ് അവയർനെസ്, കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള GK, RBI റിലേറ്റഡ് ആയിട്ടുള്ള സർക്കുലേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ക്ലിയർ അല്ല? ഇനി ഇൻഷുറൻസ് മേഖലയിലുള്ള എക്സാമുകളാണെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങൾ അറിയണം. റെഗുലേറ്റിംഗ് ബോഡിങ്, ഇപ്പോൾ നബാർഡ്, അതേപോലെ തന്നെ നമ്മളുടെ RBI എക്സാംസ് ഒക്കെ അതിൽ വരുന്നതാണ്. അതുകൂടാതെ നമ്മളുടെ എന്താണ് എക്സിം ബാങ്കുകളൊക്കെ എക്സിം ബാങ്ക് എക്സാം വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്റിംഗ് ബോഡിയുടെ എക്സാം വരാറുണ്ട്, സെബി വരാറുണ്ട്, ഒരുപാട് എക്സാമുകൾ വരും. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനറൽ അവയർനെസ് കാര്യങ്ങൾ നമ്മൾ ആ ടൈപ്പ് എക്സാമുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം നമുക്കിപ്പോൾ നിങ്ങൾക്ക് റെഗുലേറ്റിംഗ് ബോഡിയുടെ എക്സാമുകളുടെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും ഫുൾ കോച്ചിങ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതിൻ്റെ പ്രിലിംസിനും മെയിൻസിനും അതിൻ്റെ GK ജനറൽ അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻട്രിയിൽ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി, അപ്ലൈ ചെയ്യേണ്ട കാര്യം നോക്കി, പഠിക്കേണ്ട ആൾക്കാരെ നോക്കി. നമ്മൾ പ്രധാനമായിട്ടും ഒരു തുടക്കക്കാരൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുക, പഠിക്കും. ഒരു ദിവസം 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ പഠിക്കും. പക്ഷെ പ്രോപ്പറായിട്ടാണോ അവർ പഠിക്കുക? അല്ല. നിങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് ജനറൽ അവയർനെസ് മെയിൻസിന് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. GA ഇല്ലാതെ നമ്മൾ മെയിൻസ് പാസ്സാവില്ല, അത് മനസ്സിലാക്കുക. ഡെയിലി പഠിക്കണം. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നിങ്ങൾ ഒരു 30 മിനിറ്റ് സമയം അതിന് വേണ്ടി മാറ്റി വെക്കണം. കാരണം നമുക്ക് GA 6 മാസത്തെ, അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാർ ഞങ്ങൾ എക്സാമിന് തൊട്ട് മുന്നത്തെ 6 മാസത്തെ പഠിച്ചാൽ പോരെ? നമുക്ക് മെയിൻസ് വരും ഇതിനിടയിൽ. ഇപ്പം ഞാൻ പറഞ്ഞു SBI ക്ലർക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏപ്രിലിൽ വന്നു. അപ്പോൾ അതിൻ്റെ എക്സാം ചിലപ്പോൾ മെയിലായിരിക്കാമെന്ന് കരുതുക. അതിൻ്റെ ബാക്കിലേക്കുള്ളത് പഠിക്കണ്ടേ? ചിലപ്പോൾ IBPS PO എന്തായിരിക്കും, ഡിസംബറിലായിരിക്കും. അതിൽ ബാക്കിലേക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് GA അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, GA പഠിക്കുക, അത് റിവൈസ് ചെയ്യുക. കടൽ പോലെ കിടക്കുന്ന GA നമുക്ക് എല്ലാം ഒന്നും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിച്ച് എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെയിലി അതിന് കുറച്ച് സമയം മാറ്റി വെക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു 1.5 മണിക്കൂർ, ഞാൻ മിനിമം ടൈമാണ് പറയണേ കേട്ടോ, 1.5 മണിക്കൂർ. നമ്മൾ ആദ്യം തുടക്കക്കാരനല്ലേ, നമ്മൾ എന്താ ചെയ്യുക? ഒരു കുട്ടി ആദ്യം എന്താ ചെയ്യുക? ആദ്യം തന്നെ ഇറങ്ങി ഓടുവോ? ഇല്ല. ആള് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറേ കാലം കൈയും കാലും ഇട്ടടിക്കും അല്ലേ? പിന്നെ കുറേ കരയും, പിന്നെ കമഴാൻ നോക്കും, മുട്ടുകുത്താൻ നോക്കും, പതുക്കെ നടക്കാൻ നോക്കും, വീഴും. അതേപോലെ തന്നെയായിരിക്കണം നിങ്ങൾ. ചാടി കയറി നിങ്ങൾ QAൻ്റെ ഒരു മെയിൻസിൻ്റെ പ്രോബ്ലം എടുത്തിട്ട് നിങ്ങൾ മുന്നിൽ ഇത് ഞാനിപ്പോൾ സോൾവ് ചെയ്ത് തരാം, അങ്ങനെയല്ല ചെയ്യണ്ടേ. അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. എത്ര വല്ല ബിൽഡിങ്ങും നമ്മൾ പണിത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഇവിടെ അതേപോലെ തന്നെയാണ്. സിംപ്ലിഫിക്കേഷൻ തൊട്ട് സ്പീഡ് കാൽക്കുലേഷൻ, ഇങ്ങനത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ബേസിക് ത്വറവാക്കണം. അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു 3 മാസം നിങ്ങൾ എടുക്കും ബേസ് സെറ്റ് ആവാനായിട്ട്. മിനിമം 2 മാസം എടുക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിൻ്റെ കാര്യവും ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, മേലേക്ക് കയറി പോകണം. അല്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം എടുത്ത് അതിൻ്റെ അടി ഒന്നും അറിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ തട്ടിന്ന് പഠിച്ചു തുടങ്ങണം. റീസണിങ് ആയാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നമുക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു പസിൽ എടുത്ത് ചെയ്യാൻ പാടുമോ? അപ്പോഴാണ് പിള്ളേർ പറയുക, അയ്യോ പസിൽ ഭയങ്കര ബുദ്ധിമുട്ടാ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാ. പാടില്ല. റീസണിങ്ങിലായാലും ഏറ്റവും എളുപ്പമുള്ള പസിൽസ് എടുക്കുക, ബേസ് ആയിട്ടുള്ള പസിൽസ് എടുക്കുക, ഇനിക്വാലിറ്റി എടുക്കുക, സിലോജിസ് എടുക്കുക, ഡയറക്ഷൻ ടെസ്റ്റ് എടുക്കുക, ബ്ലഡ് റിലേഷൻ എടുക്കുക. അതെല്ലാം പഠിച്ച് സെറ്റായി നമ്മൾ ഒരുവിധം ലെവലാവുമ്പോൾ നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയല്ലേ പഠിക്കണ്ടേ? അടിത്തറ സ്ട്രോങ് ആക്കണം. ഇംഗ്ലീഷ്
ആദ്യം ചില കുട്ടികൾ, ഒരു തെറ്റല്ല, മലയാളം മീഡിയം പഠിച്ച മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, അവർക്ക് ചിലവർക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് നല്ല കടുകട്ടി എഡിറ്റോറിയൽ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. പണിയെടുക്കണം, നല്ല അടിപൊളിയായിട്ട് ഹിന്ദു പേപ്പർ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, റീഡിങ് കോംപ്രിഹെൻഷൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എങ്ങനെയാണ്? വായിച്ച് അർത്ഥം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? ബേസ് പഠിക്കണം. ഇംഗ്ലീഷ് എല്ലാവരും പഠിക്കാതിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാം, ഗ്രാമർ തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. നെഗറ്റീവ് മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇംഗ്ലീഷിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും ബേസ് സ്ട്രോങ് ആക്കണം. ഒരു 2 മാസം അതിനു വേണ്ടി നന്നായി വർക്ക് ഇടണം. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കാം, മിക്സ് ചെയ്ത് പഠിക്കാം. ഒരു സബ്ജക്റ്റ് തന്നെ ഒരു ദിവസം ഫുള്ള് പഠിച്ചാൽ ബോറടിക്കില്ലേ? ഒരു ജോലി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ബോറടിക്കും അല്ലേ? നിങ്ങൾക്കും അതെ. അതുകൊണ്ട് കുറച്ച് നേരം QA പഠിക്കുക, റീസണിങ് പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, GA പഠിക്കുക. ഇത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കുക. അത് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് സ്ട്രോങ് ആക്കണം. ഓക്കെ അല്ലേ? ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റാർട്ട് വിത്ത് ബേസിക്. ബേസിക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ. നിങ്ങളത് പഠിച്ചു, സെറ്റായി. പ്രാക്ടീസ് ഡെയിലി. നമുക്ക് ബാങ്കിങ് എക്സാമിലേക്ക് വരാണെങ്കിൽ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും എല്ലാം ടൈമാണ്. ഒരു ഓൺലൈൻ എക്സാം ആണ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ടൈം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വിത്തിൻ മിനിമം ടൈം നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലല്ലേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ഡെയിലി. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് QA പിന്നാക്കുവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും സ്പീഡ് കാൽക്കുലേഷനും എല്ലാം ചെയ്യണം. പസിൽസ് ചെയ്ത് പഠിക്കുക, സിലോജിസം ചെയ്ത് പഠിക്കുക, ഇംഗ്ലീഷ് നന്നായിട്ട് ചെയ്യുക. GAയും നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് റിവൈസ് ചെയ്യാതെ റിവൈസ് വീക്കിലി. ചുമ്മാ ഇന്ന് പഠിച്ചു ഇതിനെയും വിട്ട് കളയല്ല. ഒരാഴ്ച പഠിച്ചത് ആ ഒരാഴ്ച നിങ്ങൾ ഞായറാഴ്ച സൺഡേ ആണെന്നുണ്ടെങ്കിൽ സൺഡേ എടുത്തിട്ട് എന്ത് ചെയ്യുക? വീക്കിലി എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത് അതൊന്ന് റിവൈസ് ചെയ്യുക. എല്ലാം റിവിഷൻ നടത്തുക. ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുക. മക്കളെ 100% ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ കയ്യിൽ എഴുതിയ കാര്യം മനസ്സിലായി. എത്ര വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ആയാലും അതിൽ ഞാൻ എഴുതി വെച്ചത് ഒന്നും ഇങ്ങനെ എടുത്ത് നോക്കിയാണ്ടല്ലോ എനിക്ക് നല്ല പെട്ടെന്ന് അത് എന്ത് ചെയ്യും? കണക്റ്റ് ആവും. എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടിയാലും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും മുന്നോട്ടുള്ള നിങ്ങളുടെ എന്തിൽ പഠനത്തിന്. അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ്. നമ്മൾ ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? സിലബസ് ഒക്കെ ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് സെക്ഷണൽ വൈസ് ക്വിസുകൾ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ DAയുടെ ഒരു സെക്ഷണൽ ക്വിസ് ചെയ്തു, അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോബ്ലം 10 ചെയ്തു. വിത്ത് ടൈം വെച്ച് നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രിലിംസ് എക്സാം എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഓരോ എക്സാമിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സിലബസിലല്ല, എക്സാം പാറ്റേണിൽ, ടൈമിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പോൾ നിങ്ങൾ ക്ലറിക്കൽ എക്സാമിൻ്റെ ഒരു ഫുൾ മോക്ക് ചെയ്യാം. അതിൽ എത്ര മാർക്ക് കിട്ടും നോക്കുക. പേടിക്കേണ്ട, ആദ്യം വട്ടം ചെയ്യുമ്പോൾ കുറച്ച് മാർക്ക് കുറവുണ്ടാവും. അത് അനാലിസിസ് ചെയ്യുക. എവിടെയാണ് എൻ്റെ മാർക്ക് പോകുന്നത്? പ്രിലിംസിന് നമുക്ക് ജനറൽ അവയർനെസ് ഒന്നുമില്ലല്ലോ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണോ, റീസണിങ് ആണോ, ഇംഗ്ലീഷ് ആണോ, എവിടെയാണ് എൻ്റെ മാർക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിൽ വർക്ക് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ചെയ്ത് പൊക്കി കൊണ്ടുവരണം. എന്നാലേ നമ്മളുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെയിൻസ് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. പ്രിലിംസ് നന്നായിട്ട് വർക്ക് ചെയ്യും, പ്രിലിംസ് പാസ്സാവും, മെയിൻസ് എന്ത് ചെയ്യും? ഫെയിൽ ആവും. പ്രിലിംസ് ഒരു സ്ട്രാറ്റജി വേണം, മെയിൻസ് ഒരു സ്ട്രാറ്റജി വേണം. നിങ്ങൾ വീക്കിലി ഒരു ദിവസമോ 2 ദിവസമോ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസിന് വേണ്ടി മാറ്റി വെക്കണം. ചാടിക്കേറി മെയിൻസ് പഠിക്കണം എന്നല്ല. സിലബസ് ഒക്കെ പഠിച്ച് ഒന്ന് സെറ്റായി നമ്മൾ അത്യാവശ്യം പ്രിലിംസ് ഒക്കെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിലേക്ക് മാറ്റണം. നമ്മളുടെ എന്ത് മാറ്റണം? പഠിക്കുന്നതിൻ്റെ ഗിയർ ഒന്ന് മാറ്റണം, സ്പീഡ് ഒന്ന് മാറ്റണം. നമ്മൾ അതിനെ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകണം. മെയിൻസും നമ്മൾ എന്ത് ചെയ്യണം? കൂടെ തന്നെ കൊണ്ടുപോകണം. കാരണം മെയിൻസിൻ്റെ റിസൾട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ എന്ത്? മെയിൻസ് എക്സാമിന്. അപ്പോൾ നിങ്ങൾ 2 പഠനം ഒപ്പം കൊണ്ടുപോകണം. GA നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലേ, അത് റിവിഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിന് നമുക്ക് ടെൻഷൻ ഇല്ല, പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി കോമൺ മിസ്റ്റേക്ക് ആണ് എല്ലാവരും ചെയ്യുന്ന കാര്യം, ഇഗ്നോറിങ് ഇംഗ്ലീഷ് ആൻഡ് GA. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇംഗ്ലീഷ് എളുപ്പമാണ്, അതേപോലെ തന്നെ GA ലാസ്റ്റ് പഠിക്കാം എന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. ലെസ് പ്രാക്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പണിയെടുക്കണം അല്ലേ, നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്കോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാതെ ലഭിച്ചിട്ടില്ലല്ലോ, ലഭിക്കുകയില്ല. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നന്നായിട്ട് പണിയെടുക്കുക. റിവിഷൻ ഒന്നും ചെയ്യാതെ ചുമ്മാ പഠിച്ചു പോവുക. റിവിഷൻ ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഫിയർ ഓഫ് മോക്സ്. മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കുറവായിരിക്കുമോ, ഞാൻ അതിനെക്കുറിച്ച് ഭയക്കും, എനിക്ക് ടെൻഷൻ ആവോ? ഒരിക്കലും പാടില്ല. മോക്ക് ചെയ്തേ പറ്റൂ. മോക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എവിടെയാണ് എൻ്റെ നെഗറ്റീവ്സ്, എവിടെയാണ് ഞാൻ വീണ് പോകുന്നത്, എവിടെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മോക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. വിത്ത് ടൈം വെച്ച് മോക്ക് ചെയ്യണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു മെയിൻസിനെ നമ്മൾ അവഗണിക്കരുത്. മെയിൻസിൻ്റെ പഠനം എന്ത് ചെയ്യണം? കൂടെ കൊണ്ടുപോകണം. ഇത്ര കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ടൈം ലൈൻ ഫോർ ബിഗിനേഴ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മിനിമം ആണ് കേട്ടോ, മാക്സിമം അല്ല, മിനിമം. അതായത് നമുക്ക് മിനിമം ഒരു 2 മാസം എന്തായാലും ബേസിക് പഠിക്കാനായിട്ടുണ്ടാവും. QA പഠിക്കണം, റീസണിങ് പഠിക്കണം, അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിക്കണം? ഇംഗ്ലീഷ് പഠിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 2 മാസത്തോളം എടുക്കും. അടുത്ത 2 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സെറ്റ് ആവണം. പ്രിലിംസിന് വേണ്ടി സെറ്റ് ആവണം. നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബേസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ ടൈം, ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 3 മിനിറ്റ് എടുക്കും, അതിനെ നമ്മൾ 30 സെക്കൻഡ് 40 സെക്കൻഡിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് ഈ 3-4 മാസം നമ്മൾ എന്ത് ചെയ്യാം? എടുക്കുക. അതിനുശേഷം ഒരു 6 മാസം ഫുൾ മോക്കുകൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം? മെയിൻസിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ മിനിമം സമയമെടുക്കും എക്സാമിലേക്ക് എത്താനായിട്ട്, മെയിൻസ് കടന്ന് ജോലിയിലേക്ക് എത്താനായിട്ട്. ഇൻ്റർവ്യൂ കോച്ചിങ് ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒക്കെ ലാസ്റ്റ് ആലോചിച്ചാൽ മതി. ഇപ്പോഴേ ഓഫീസർ പോസ്റ്റുകൾക്കാണ് അത് രണ്ടും ഉള്ളത്. അതിനെക്കുറിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളെല്ലാം നമുക്ക് എൻട്രിയിൽ അവൈലബിളുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 6 മാസം എടുക്കും. ഞാൻ പറഞ്ഞു വന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചാടിക്കേറി പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠനം തുടങ്ങണം. കലണ്ടർ വന്ന കാര്യം പറഞ്ഞു. ആഗസ്റ്റ് തൊട്ട് നമുക്ക് IBPSൻ്റെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ SBIയുടെ എക്സാം ഉണ്ട്. ഇതിനിടയിൽ പ്രൈവറ്റ് ബാങ്കുകൾ എക്സാംസും ഇൻഷുറൻസ് എക്സാമുകളൊക്കെ ഇതിൻ്റെ ഗ്യാപ്പിൽ വരും. അപ്പോൾ ഈ 1 ഇയർ 2026 ഫുള്ള് നമുക്ക് എന്തായിരിക്കും? എക്സാമുകളായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുന്നു, പോയി അപ്ലൈ ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ല എന്നുള്ള വിഷമോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ചാനലിൽ അപ്പം തന്നെ അപ്ഡേഷൻ വരും. ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടാൽ മതി. നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അതിൽ വരും. അതേപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കീ ടു സക്സസ്, ഏറ്റവും സ്ഥിരത, കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മടുക്കാതിരുന്ന് പഠിക്കുക. ഇന്ന് ഞാൻ 8 മണിക്കൂർ പഠിച്ചു, നാളെ 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ? പാടില്ല. 8 മണിക്കൂർ പഠിച്ചോ, നാളെ 8 മണിക്കൂർ പഠിച്ചു. പറ്റുന്ന അത്ര സമയം പഠിക്കുക. ജോലി കിട്ടുന്നവരെ കഷ്ടപ്പെടണം. എവിടെ? ജോലി കിട്ടുന്നവരെ. അല്ലാതെ പ്രിലിംസ് പാസ്സായി എന്ന് പറഞ്ഞ് പ്രിലിംസ് അവസാനിപ്പിക്കാൻ പാടില്ല, മെയിൻസ് കിട്ടിയെന്ന് പറഞ്ഞ് മെയിൻസ് അവസാനിക്കാൻ പാടില്ല. എന്ന് റിസൾട്ട് വന്നു നിങ്ങൾ ആ കസേരയിൽ കയറി ഇരിക്കുന്നു, അന്ന് വരെ നമ്മൾ പഠിക്കണം. ഓക്കെ? അഹങ്കാരം പാടില്ല. ഹാർഡ് വർക്ക്, പ്രാക്ടീസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. കഷ്ടപ്പെടാതെ ഒരുത്തനും എവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കണം. മറന്നു പോകാനുള്ള സാധ്യത ഞാനും മറക്കും, നിങ്ങളും മറക്കും, എല്ലാവരും മറക്കും. പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്തത്. നമ്മളുടെ എൻട്രിയിൽ 2 കൊല്ലം, ഇപ്പോൾ ഗോൾഡ് ബാച്ച്, നമ്മളുടെ ബാച്ചുകളൊക്കെ പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 കൊല്ലത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടുള്ള ബാച്ചുകളാണ്. നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ കോച്ചിങ്, മെയിൻസിൻ്റെ കോച്ചിങ്, ഇൻ്റർവ്യൂ കോച്ചിങ്, ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസർ പോസ്റ്റുകൾക്കാണ് ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഉള്ളത്. അതിൻ്റെ എല്ലാ കോച്ചിങ്ങും നിങ്ങൾക്ക് എന്താണ്? എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കോച്ചിങ്ങിനെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ കാര്യങ്ങൾക്ക് അറിയാനായിട്ട് നമ്മളുടെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നമ്മളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, വിത്ത് മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം. നമ്മളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മോക്കുകൾ, ഡെയിലി ക്വിസസ്, വാട്സാപ്പ് ആക്സസ്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, ഫുള്ള് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകളാണ് നമ്മൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കത് നടക്കില്ല. നമുക്കൊരു 6 മാസത്തെ സമയം നമ്മൾ സെറ്റായിട്ടാവാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വരുന്നു, നമ്മൾ പോയി എക്സാം എഴുതുന്നു. അതിനിടയിൽ SBI ക്ലർക്കിൻ്റെ എക്സാമുകൾ, POൻ്റെ എക്സാമുകൾ, അതർ എക്സാംസ് എല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു റെഗുലേറ്റിംഗ് അതോറിറ്റീസിൻ്റെ എക്സാമുകളുണ്ട്. അപ്പോൾ എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഒറ്റ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാ എക്സാമുകൾക്കുള്ള കോച്ചിങ്ങും എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ തുടക്കക്കാർ എത്രയും പെട്ടെന്ന് ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. 2026 നിങ്ങളുടെ വർഷമാണെന്ന് ഉറപ്പിക്കുക. ലക്ഷ്യമാണ് പ്രധാനം അല്ലേ? അതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം, നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യുക.
വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ആരും വിഷമിക്കാതെ സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പോൾ 2026 എല്ലാവരും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്